Edmund Wilson's Marxism and Literature, paragraph number 6 and 7, if possible, I would like to describe in this session. Hopefully 7 as well also will be incorporated and may be included in this session. So paragraph 6 talks about Marxism in Russia for the moment has run itself into a blind alley. So I would like to read that particular part itself. So Marxism in Russia for the moment has run itself into a blind alley, or rather it has been put down a well. The Soviets seem hardly at the present time to have retained even the Marxist political culture, even in its cruder forms, so that we are relieved from the authority of Russia as we are deprived of her inspiration. So time being വരുന്ന കുറേ റവല്യൂഷൻ ആഫ്റ്റർ വരുന്ന ചേഞ്ചസ് മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ പറയുന്നത് മാർക്സിസം ബൈ ഇറ്റ്സെൽഫ് ക്യാൻ ടെൽ us nothing whatever about the goodness or badness of a work of art. A man may be an excellent Marxist, but if he lacks imagination and taste, he will be unable to make the choice between a good and the inferior book, both of which are ideologically unexceptionable. ഇതാണ് ഐഡിയോളജീനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ബുക്കായിരിക്കും. പക്ഷേ അതിൽ ഒരു വ്യക്തി അതൊരു ഇമാജിനേറ്റീവ് പവർ ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഗുഡ്നെസ് ഓർ ബാഡ്നെസ് ഓഫ് ദ വർക്ക് ദറ്റ് ആക്ച്വലി മാർക്സിസം ഡസൻ ഹാവ് മച്ച് ടു ഡു വിത്ത്, ഒന്നും ചെയ്യാനില്ല. മാർക്സിസത്തിൻ്റെ ഐഡിയോളജി സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെ കൊണ്ട് ഒരു ബുക്ക് നല്ലതാവണം എന്നുമില്ല. അതുപോലെ തന്നെയാണ് ഏറ്റവും നല്ല, അതായത് പരമാവധി ഏറ്റവും നല്ല ഒരു മാർക്സിസ്റ്റ് ആണെങ്കിൽ പോലും ഇമാജിനേഷനും ടേസ്റ്റ് ഫോർ ആർട്ട് അത് ലാക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ദ പേഴ്സൺ ഈസ് അണേബിൾ ടു മേക്ക് ചോയ്സ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഇൻഫീരിയർ ബുക്ക്. അപ്പോൾ നല്ലൊരു ബുക്കാണോ എന്ന് ചൂസ് ചെയ്യാൻ പോലും പറ്റാത്തത്രയും അവരുടെ ഇമാജിനേറ്റീവ് പവർ അറസ്റ്റഡ് ആയിരിക്കും. അതിലൊരു നല്ല വെദർ ഇറ്റ് ഹീസ് എ ഗുഡ് മാർക്സിസ്റ്റ് ഓർ നോട്ട് എന്നുള്ളത് കൺസേൺ പോലും അല്ല എന്നാണ്. അതാണ് അതിൽ പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ വാട്ട് മാർക്സിസം ക്യാൻ ഡു ഹവർ ഈസ് ത്രോ a great deal of light on the origins and the social significance of works of art. പിന്നെ മാർക്സിസത്തിന് ചെയ്യാൻ പറ്റുന്നത് അതായത് ഒരു സോഷ്യൽ സിഗ്നിഫിക്കൻസ് ആർട്ട്, അതായത് ലൈറ്റ് ഓൺ ഒറിജിൻ, അതായത് ഒരു വർക്ക് ഓഫ് ആർട്ടിൻ്റെ ഒറിജിനും അതിൻ്റെ സോഷ്യൽ സിഗ്നിഫിക്കൻസിനെ പറ്റിയൊക്കെ ജനറലായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ അതൊരിക്കലും അതിൻ്റെ ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന ഫീച്ചേഴ്സ് ആവാൻ വേണ്ടി പാടില്ല. ബിക്കോസ് നമ്മളൊരു ബുക്കിൻ്റെ ഒറിജിനും കാര്യങ്ങളൊക്കെ നമ്മൾ ഏത് കോണ്ടെക്സ്റ്റിലും പറയും. നോട്ട് ജസ്റ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മാർക്സിസം വി ഡിസ്കസ്. സംടൈംസ് വി ടോക്ക് അബൌട്ട് ദാറ്റ് ടു ബി എ പോസ്റ്റ് മോഡേണിസ്റ്റ് റൈറ്റിംഗ്. അപ്പാർട്ട് ഫ്രം ദ വേരിയസ് അതർ തീംസ് വി ക്യാൻ ടോക്ക് അബൌട്ട് ദ മാർക്സിസ്റ്റ് എലമെൻറ്റ്സ്, പോസ്റ്റ് മോഡേണിസ്റ്റ് എലമെൻറ്റ്സ്, പോസ്റ്റ് കൊളോണിയൽ എലമെൻറ്റ്സ്. ഇത് പറ്റും. പക്ഷേ അത് അങ്ങനെ ഒരു കാര്യം ഇല്ലാത്തത് കൊണ്ടൊരു വർക്ക് ഓഫ് ആർട്ട് മോശമാണെന്നുള്ള ഒരു കേസ് അവിടെ അങ്ങനെ ഒരു കാര്യം എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അങ്ങനൊരു കാര്യം വരുന്നില്ല. സോ അങ്ങനെയാണ് ദ സ്റ്റഡി ഓഫ് ലിറ്ററേച്ചർ ഇൻ ഇറ്റ്സ് കണക്ഷൻ വിത്ത് ഇറ്റ്സ് റിലേഷൻ ടു സൊസൈറ്റി. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതായത് ഒരു ഏത് ബുക്കിൻ്റെയും അതിൻ്റെതായൊരു സൊസൈറ്റിയോടുള്ള കണക്ഷനൊക്കെ നമുക്ക് ആ രീതിയിൽ ഡിസ്കസ് ചെയ്യാം. ഇൻസൈറ്റ് ഇൻ ടു കണക്ഷൻ ബിറ്റ്വീൻ ലിറ്റററി ആൻഡ് സോഷ്യൽ ഫിനോമിന. എക്സാമ്പിൾ ചോസേഴ്സ് പ്രൊലോഗ് ടു കാൻറ്റർബറി ടെയിൽസ്. വി ക്യാൻ സി ദാറ്റ് ആസ് എ ക്രോസ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി ഹി ഗിവ്സ് ദർ. അതിൽ വേറൊന്നുമില്ല, അത് ആ സൊസൈറ്റിയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പല വർക്ക്സും അത് ഹെൽപ്പ് ചെയ്യും. അല്ലാതെ ഒരിക്കലും അതൊരു ഐഡിയോളജി സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കത് ആർട്ടിനോട് ചെയ്യുന്ന വലിയൊരു ഇൻജസ്റ്റിസും ആയിരിക്കും. ഒരു തരത്തിലുള്ള ജസ്റ്റിസും ആ റൈറ്ററിനോടോ അവർക്ക് കൊടുക്കുന്ന ഇൻറ്റർപ്രിട്ടേഷനോട് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ്സ് വാട്ട് ദേ മീൻ. ഇപ്പോൾ മാർക്സ് ആൻഡ് ഏംഗൽസ് ഫർദർ ഡീപ്പൻഡ് ദിസ് സ്റ്റഡി ഓഫ് ലിറ്ററേച്ചർ ഇൻ റിലേഷൻ ടു ഇറ്റ്സ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, then demonstrating inescapably the importance of economic system. അപ്പോൾ ഇവരുടെ ഈ സ്റ്റഡീസൊക്കെ അവിടെ നടക്കുന്നത്, അതായത് ഒരു ലിറ്ററേച്ചറിനെ എങ്ങനെ നമുക്ക് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്യാം, അല്ലെ ആ ഒരു ഇക്കണോമിക് സിസ്റ്റം അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ എവ്രി വൺ നോസ്. അത് നോട്ട് ജസ്റ്റ് ദ മാർക്സിസ്റ്റ് ബട്ട് എവ്രി വൺ was aware of the idea. But what they wanted was they created Marxism. That's Marx, Engels, Lenin, Trotsky. Till date we have been discussing all these major Marxist thinkers or leaders. So their stance we have seen. ഈവൻ ലെനിൻ ആണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ആർട്ടിൽ നിന്ന് ഡെലിബറേറ്റ് ഒരു സ്റ്റേയിങ് എവേ ശ്രമിച്ച ഒരാളാണ്. പക്ഷേ മൂപ്പരാണെങ്കിലും ഈ പറയുന്ന കുറേയൊക്കെ, അതായത് വൺസ് വി കമ്പയർ ഹിസ് സ്റ്റാൻസ് വിത്ത് സ്റ്റാലിൻ, ഹി വാസ് സോ ഗുഡ്.
അല്ലെങ്കിൽ ഹിസ് സ്റ്റാൻസ് വാസ് റിയലി ജസ്റ്റിഫയബിൾ ടുവേർഡ്സ് ലിറ്ററേച്ചർ. ഇഫ് യു talk in the context of doing justice to literature, he was also somewhat better. അവിടെയാണ് ദേ ക്രിയേറ്റഡ് മാർക്സിസം ആസ് വെൽ ആസ് വർ കേപ്പബിൾ ഓഫ് ലിറ്റററി അപ്രീസിയേഷൻ. അതാണ് ആ 4 പേരുടെയും ക്വാളിറ്റി ആയിട്ട് മെറിറ്റ് ആയിട്ട് നമ്മൾക്ക് പറയാൻ പറ്റുന്നത്. Now to the 7th paragraph of the same essay, Marxism and Literature. Yet the man who tries to apply Marxist principles without real understanding of literature is liable to go horribly wrong. അതാണ് വേറൊരു വലിയ കൺസേൺ. അതായത് ലിറ്റററി മെറിറ്റ് മനസ്സിലാക്കാത്ത ഒരാൾ, അതായത് ലിറ്ററേച്ചറിൻ്റെ ആ ഒരു മെറിറ്റ്, അതായത് റിയൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലിറ്ററേച്ചർ അതില്ല. ഒരു വർക്ക് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കിയെടുക്കുന്നില്ല. പക്ഷേ അതിന് പകരം മാർക്സിയൻ പ്രിൻസിപ്പിൾസ് എങ്ങനെയൊക്കെ അതിൽ അപ്ലൈ ചെയ്യാമെന്ന് ശ്രമിക്കുകയാണ്. സോ വിത്തൗട്ട് നോയിങ് ദ കോർ എനി ലിറ്റററി വർക്ക്, ലിറ്റററിനെസ് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ലിറ്റററി ക്വാളിറ്റീസ് ആദ്യം കൺസിഡർ ചെയ്യും. അപ്പോൾ അത് നോക്കാതെ, അതിനെ ഒന്നും കൺസേൺ ചെയ്യാതെ മാർക്സിസ്റ്റ് പ്രിൻസിപ്പിൾസിൽ ഏതെങ്കിലും ഒരു തിയറി, വിച്ചെവർ തിയറി ഇറ്റ് മേ ബി, നൗ വി ആർ ടോക്കിംഗ് അബൌട്ട് മാർക്സിസം, സോ ലെറ്റ് us come to that discussion itself or make our position in that context. അത് അവിടെ അങ്ങനെയായാലും അങ്ങനെയുള്ള ചെയ്യുന്ന ആൾക്കാർ they may go horribly wrong. അവർക്ക് ഒരു തരത്തിലും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ഇൻറ്റർപ്രിട്ടേഷനും പോസിബിൾ ആവില്ല എന്നാണ് പറയുന്നത്. In works of highest order, the purport not a simple message. ഒരു മെസ്സേജ് മാത്രമല്ല വർക്ക്സിന് ഒരു ഹയസ്റ്റ് ക്വാളിറ്റി ഉള്ള ഒരു ലിറ്ററേച്ചർ മീൻ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു സിമ്പിൾ മെസ്സേജ് അല്ല. സോ ഇപ്പോൾ ഒരു വർക്ക് ഓഫ് ആർട്ടിനെ വെപ്പണായിട്ട് യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ദേ മീൻ ടു പ്രൊപ്പഗേറ്റ് ദെയർ മെസ്സേജസ് ടു ദ സൊസൈറ്റി, ടു ദ റീഡേഴ്സ്, ടു ദ റീഡിങ് പബ്ലിക്, ആൻഡ് ദേ വോണ്ട് ദ പീപ്പിൾ ടു ബി അട്രാക്റ്റഡ് ടു ദെയർ തിയറീസ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുവാണ്, അങ്ങനെ ഒരു സിമ്പിൾ മെസ്സേജിന് വേണ്ടിയല്ല ഒരിക്കലും, അങ്ങനെ ഒരു ഒറ്റയൊരു എയിമിലല്ല ഒരു ഹയസ്റ്റ് കൈൻഡ് ഓഫ് വർക്കും പ്രൊഡ്യൂസ്. ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഇൻ ദ സെൻസ് ഓഫ് സം എലൈറ്റ് കേസ്, എലൈറ്റ് വർക്കോ ഹൈ ആർട്ട്, ഈ കോൺസെപ്റ്റ് അല്ല, നല്ല ക്വാളിറ്റിയുള്ള ലിറ്ററേച്ചർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബട്ട് എ കോംപ്ലക്സ് വിഷൻ ഓഫ് തിങ്സ്, അതാണ് അവർ ഉദ്ദേശിച്ചത്. നോട്ട് എക്സ്പ്ലിസിറ്റ് ബട്ട് ഇംപ്ലിസിറ്റ്. ചിലപ്പോൾ അത് എക്സ്പ്ലിസിറ്റ്ലി ഒന്നുമല്ല, ഒരു ഹയസ്റ്റ് ക്വാളിറ്റേറ്റീവ് ലിറ്ററേച്ചർ തരും. നമ്മൾ നല്ല ഡീപ്പ് ആൻഡ് ഇൻ ഡെപ്ത് റീഡിങ് ഓൺലി ക്യാൻ ബ്രിങ് ദ ഹിഡൻ മീനിങ്സ് ഇൻ ദാറ്റ്. സോ ഇൻസ്റ്റെഡ് ഓഫ് സെർച്ചിങ് ദാറ്റ്, or instead of trying at least to understand that, if you are searching only, but the one interpreter, if one Marxist thinker or any other person who wants the work to be interpreted just with the principles of Marxian theory, they may go highly, they may horribly go wrong. Obviously that's a guaranteed thing. So avideയാണ് the reader who does not grasp them artistically but is merely looking for social morals is certain to be hopelessly confused. അപ്പോൾ എന്താണ്, ഞാനിങ്ങനെ ഇത് മാത്രം സെർച്ച് ചെയ്യുമ്പോൾ പിന്നെ the person himself or herself becomes really dissatisfied. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആന്തരികമായിട്ടുള്ള ഒരു ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള കോംപ്ലക്സ് വിഷൻസ് പലതും ഉണ്ടാകും ആ സിമ്പിൾ മെസ്സേജിൻ്റെ അപ്പുറത്ത്. അതായത് ഹൈ ക്വാളിറ്റി ലിറ്ററേച്ചർ വി ആർ ടോക്കിംഗ് അബൌട്ട്. എനിവേ വിച്ചെവർ ലിറ്ററേച്ചർ ഇറ്റ് മേ ബി, ബട്ട് ഇങ്ങനെയുള്ള ഏറ്റവും നല്ല ലിറ്ററേച്ചറിനെ പോലും വെപ്പൺ മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ഒരു കാര്യം എത്രമാത്രം ഇറോണിയസ് ആണ്, സംവാട്ട് റിയലി മിസ്ലീഡിങ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ ഹയസ്റ്റ് വർക്കിനെ തന്നെ പറയുന്നത്. അല്ലാണ്ട് ഏത് ലിറ്റററി വർക്കിനായാലും അതിൻ്റെതായൊരു ഹിഡൻ ക്വാളിറ്റി ഉണ്ട്. അത് സംതിങ് വി ഹാവ് ടു സെർച്ച് ഫോർ ദ മീനിങ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ സർഫസ് ലെവൽ പ്ലോട്ട് ആൻഡ് തീം. We can get a lot, but we have to search for that. Instead of what these people who are obsessed with some theories or to put some works in the context of some only one or two theories, they do like this exclusive reading. Exclusively you are concentrating on one particular, you are carrying only one particular theme, and you may miss out many important factors about the same. അപ്പോൾ അതാണ് ആ ഒരു കൺഫ്യൂഷൻ മാത്രമേ അവർക്ക് കിട്ടുള്ളൂ എന്ന് പറയാനുള്ള കാരണം. Then Engels to Margaret Harkness ഒരു വാണിംഗ് ആണ്. എംഗൽസ് ഒരാൾക്ക്, ഈ പറയുന്ന പേരുള്ള ഒരാൾക്ക് കൊടുത്ത വാണിംഗ് ആണ്. More the novelist allows his political ideas to remain hidden, the better it is for the work of art. അത്രയും വലിയൊരു ഡിഫറൻസിലാണ് പിന്നെ എംഗൽസ് സംസാരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. അതായത് എത്രമാത്രം നിങ്ങളുടെ പൊളിറ്റിക്കൽ ഐഡിയ, നിങ്ങൾക്കൊരു ഒരു പൊളിറ്റിക്സിനോടുള്ള ഒരു എന്താണ് ഒരു ചായ്വ് എന്തായാലും നിങ്ങൾക്കുണ്ടാകും. മേ ബി ഇൻ വൺ വേ ഓർ അതർ അട്രാക്റ്റഡ് ടുവാർഡ്സ്, ഓർ യു മേ ബി ഹോൾഡിങ് എ പൊളിറ്റിക്കൽ പൊസിഷൻ ഓഫ് യുവർ ഓൺ. സോ അതിൽ പറയുന്നത്
അതെത്രമാത്രം ഹിഡൺ ആയിട്ട് നിങ്ങളുടെ വർക്ക് ഓഫ് ആർട്ടിൽ അത്രയും ഹൈഡ് ചെയ്യാൻ പറ്റും, അത്രയും നല്ലതാണ്, അതിൻ്റെ ക്വാളിറ്റി അത്രയും കൂടുന്നതാണ്. സോ ദാറ്റ് ഈസ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ദീസ് പീപ്പിൾ. എത്രമാത്രം അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അതിനെ വാല്യൂ ചെയ്യുന്നതെന്നാണ്. എംഗൽസ് ആയാലും മാർക്സ് ആയാലും ഒക്കെ. ദെൻ ബാൾസാക്ക്, ഗ്രേറ്റ് ലിറ്റററി അഡ്മിറേഷൻ ഓഫ് എംഗൽസ് ആൻഡ് മാർക്സ്. ബാൾസാക്കിനോട് ഒരു ഗ്രേറ്റ് ലിറ്റററി അഡ്മിറേഷൻ തന്നെ ഇവർ പിന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ എംഗൽസ് ടു ബാൾസാക്ക് tells, legitimist engaged in deploring the decline of high society, his irony never more better satire, never more transcendent. That is, than when he is showing us these aristocrats for whom he felt so profound a sympathy. ഇപ്പോൾ ബാൽസാക്കിനെ കുറിച്ച് ഇവർ ഏഞ്ചൽസ് പറയുന്നത് ഒരു ലെജിറ്റിമിസ്റ്റാണ്. അതായത് ഹൈ സൊസൈറ്റിയുടെ ഡിക്ലൈൻ അംഗീകരിക്കാൻ ബാൽസാക്ക് തയ്യാറല്ല. അപ്പോൾ ആ റൈറ്റിങ്ങിലൂടെ നമ്മൾ കാണുന്നത് അതാണ്. അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇയാളുടെ പക്ഷേ സറ്റയർസിൽ നമ്മൾ എപ്പോഴും ഏറ്റവും നന്നായിട്ട് തോന്നുന്നത് ഇതേ അരിസ്റ്റോക്രാറ്റിനെ അയാൾ അവതരിപ്പിക്കുമ്പോൾ, അതായത് ദ പേഴ്സൺ ഹാസ് കൈൻഡ് ഓഫ് സിമ്പതി ഫോർ ദ അരിസ്റ്റോക്രാറ്റ്. അവരുടെ ഡൗൺഫോൾ ഒന്നും ഒരിക്കലും, അതായത് റവല്യൂഷൻ ആഫ്റ്റർ അവർക്ക് എത്രമാത്രം ഡിക്ലൈൻ ഉണ്ടായിരുന്നു അവരുടെ പൊസിഷനിലും പിന്നെ ആ ഒരു പ്രിവിലേജസിലും, അതൊന്നും അയാൾ അംഗീകരിക്കില്ല, നേരിട്ട് അംഗീകരിക്കില്ല. പക്ഷേ അവരുടെ സറ്റയർസിൽ അത് അവതരിപ്പിക്കുമ്പോൾ പിന്നെ ഏറ്റവും ഇൻഡെപ്തിൽ അറിയാതെ കോൺഷ്യസ്ലി മേ ബി അവരെ വളരെ നല്ല രീതിയിൽ, അതായത് ഏറ്റവും കോമിക്കലി അവതരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ബാൽസാക്കിൻ്റെ ഒരു മോസ്റ്റ് ഡിറ്റർമൈൻഡ് പൊളിറ്റിക്കൽ അഡ്വേഴ്സറീസ് ആണ് ആക്ച്വലി റിപ്പബ്ലിക്കൻ ഹീറോസ്. അപ്പോൾ അതാണ്, അതായത് അൺഡിസിമുലേറ്റഡ് അഡ്മിറേഷൻ അതിൻ്റെ വാക്കുകളിൽ പ്രകടമായിട്ടുള്ളത് ഈ പറയുന്ന റിപ്പബ്ലിക്കൻ ഹീറോസ്. നേരിട്ടിട്ട് അരിസ്റ്റോക്രാറ്റ്സിൻ്റെ ഡൗൺഫോൾ അംഗീകരിക്കില്ല. പക്ഷെ ദ ഓൺലി മെൻ ഓഫ് ഹൂം he speaks with the undissimulated admiration are his most determined political adversaries, the Republican heroes, men who truly represented the popular masses. അതാണ്. അപ്പോൾ അവരുടെ എഴുത്തുകളിൽ സറ്റയേഴ്സാണ് ചിലപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക, ബട്ട് ദറ്റ് കംസ് ഇൻ ദിസ് വേ. അപ്പോൾ ഇങ്ങനെ ഒരു കുറേ പിന്നെ ഡിഫറെൻറ്റ് റൈറ്റേഴ്സ് വി കുഡ് സീ ഡ്യൂറിങ് ദറ്റ് ടൈം. ദർ ആർ ഡിഫറെൻറ്റ് സ്റ്റാൻസസ് വി കുഡ് സീ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഡീലിംഗ് വർക്ക് ഓഫ് ആർട്ട് ആസ് എൻ വെപ്പൺ. അത് നമുക്ക് ഇൻറ്റർപ്രറ്റേറ്റീവ് ലെവലിലാണ് കൂടുതൽ മാർക്സിയൻ ടേംസിൽ അല്ലെങ്കിൽ മാർക്സിയൻ കോണ്ടെക്സ്റ്റിൽ പറയാൻ സാധിക്കുന്നത്. നോർ ഡസ് ഇറ്റ് മാറ്റർ നെസർലി. ഇനിയൊരു അടുത്തൊരു സ്റ്റാൻഡാണ് മാർക്സിയൻ തിങ്കിങ്ങിൽ. നെസർലി നോർ ഡസ് ഇറ്റ് മാറ്റർ നെസസർലി ഇൻ എ വർക്ക് ഓഫ് ആർട്ട് വെദർ ദ ക്യാരക്ടേഴ്സ് ആർ ഷോൺ എൻഗേജ്ഡ് ഇൻ എ കോൺഫ്ലിക്റ്റ് വിച്ച് ഇല്ലസ്ട്രേറ്റ്സ് ദ ലാർജർ കോൺഫ്ലിക്ട്സ് ഓഫ് സൊസൈറ്റി ഓർ ഇൻ വൺ വിച്ച് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഈസ് ട്രിവിയൽ. ഇപ്പോൾ ഒരു ക്യാരക്ടർ ഏതെങ്കിലും ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗമാകണമെന്നോ അല്ലെങ്കിൽ വലിയൊരു ലാർജർ സോഷ്യൽ കോൺഫ്ലിക്റ്റിൻ്റെ പിന്നെ റെപ്രസെൻറ്റേഷൻ നടത്തണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. അത് അങ്ങനെയുള്ള ആർട്ട് മാത്രമേ ആർട്ടാവുള്ളൂ എന്നൊന്നും ഈ ഒരു കുറച്ചെങ്കിലും എന്താണ് കോൺഷ്യസ്ലി അല്ലെങ്കിൽ വളരെ നീറ്റ് മോഡൽ വർക്ക് ഓഫ് ആർട്ടിനെ അപ്രോച്ച് ചെയ്ത ഈ മാർക്സിയൻ തിങ്കേഴ്സ് പോലും പറയില്ല, ആരും പറയില്ല. പിന്നെ ഇൻ ആർട്ട് ആസ് ഇൻ മ്യൂസിക് ലിറ്ററേച്ചർ ടു law of moral interchangeability prevails. എന്താണ് ഇൻ്റർചേഞ്ചബിലിറ്റി? ആ ലോ എന്താണെന്ന് നോക്കാം. വി മേ ട്രാൻസ്പോസ് ദ ആക്ഷൻസ് ആൻഡ് ദി സെൻറ്റിമെൻറ്റ്സ് ദാറ്റ് മൂവ് അസ് ഇൻ ടു ടേംസ് ഓഫ് വാട്ട് എവർ വി ഡു ഓർ ആർ അവർ സെൽസ്. അതായത് നമ്മൾ ചെയ്യുന്നതോ ആയിരിക്കുന്നതോ ആയ ആക്ഷൻസ്, സെൻറ്റിമെൻറ്റ്സ് ഇത്തരം ആർട്ടിൽ ഓർ ലിറ്ററേച്ചർ അതായത് ക്യാരക്ടേഴ്സിൽ കാണുമ്പോൾ അത് ട്രാൻസ്പോസ് ചെയ്യാൻ പറ്റുന്നൊരു മോറൽ ഇൻ്റർചേഞ്ചബിലിറ്റി ലോ അത് വർക്കൗട്ട് ചെയ്യപ്പെടാം. ഈ ഒരു എനി വർക്ക് അത് മ്യൂസിക്കിലും ലിറ്ററേച്ചറിലും ഒക്കെ ഉണ്ട് ആ ഒരു ഇൻ്റർചേഞ്ചബിലിറ്റി. അതെപ്പോഴും പ്രിവെയിൽ ചെയ്യുന്നതാണ്. അതായത് ട്രാൻസ്പോസിങ് ദ ആക്ഷൻസ് ഓഫ് ദ ക്യാരക്ടേഴ്സ് നമ്മളെ മൂവ് ചെയ്യുന്നു, അതല്ലെങ്കിൽ പിന്നെ നമ്മളെപ്പോഴോ നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ ആർട്ട് അതിനെ വെപ്പണായിട്ട്, അതായത് അത്രമാത്രം അതിന് മൂവിങ് പോസിബിലിറ്റി ഉണ്ട്, അത്രയും അതിനുള്ള ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സ്കില്ലാണ് ആ ഒരു വർക്ക് ഓഫ് ആർട്ടിൽ നമുക്ക് കാണാൻ പറ്റുക. പിന്നെ നമ്മൾ പാരഗ്രാഫിൽ പിന്നെ കാണുന്നത് നോട്ട് ഡസ് ഇറ്റ് നെസസർലി മാറ്റർ ഫോർ ദ മോറൽ ഇഫക്റ്റ് ഓഫ് എ വർക്ക് ഓഫ് ലിറ്ററേച്ചർ വെദർ ദ ഫോഴ്സസ് ഓഫ് ബ്രേവറി ഓർ വെർച്യൂ വിത്ത് വിച്ച് വി ഐഡൻറ്റിഫൈ അവർ സെൽസ് ഓർ ദ വിക്ടോറിയസ് ഓർ വാൻഗിഷ്ഡ് ഇൻ ദ എൻഡ്. അപ്പോൾ അതുപോലെ നല്ല ഒരു ലിറ്ററേച്ചർ ആണെങ്കിൽ ഈ പോയിന്റിൽ പറയുന്നത് മോറൽ ഇഫക്റ്റ്, അതായത് അതിൽ കാണുന്ന ബ്രേവ് വേർച്വസ് ആയിട്ടുള്ള വേർച്യൂ ഉള്ള ഒരു ക്യാരക്ടേഴ്സ് ആ കഥാപാത്രങ്ങളുമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈഡ് ആവുകയാണെങ്കിൽ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ കഥേൻ്റെ അവസാന ഭാഗത്ത് വിജയിക്കണമെന്നോ
പരാജയപ്പെടുന്നുണ്ടോ വിജയിക്കുന്നു, ഇതൊന്നും നമ്മളെ ബാധിക്കില്ല എന്നുള്ളതാണ്. അവരുടെ ദ വേ ദേ ആർ പ്രസൻറ്റഡ് ആൻഡ് ദാറ്റ് ഹോൾ കോഴ്സ് ഓഫ് ആക്ഷൻ മാറ്റേഴ്സ് മോർ ദാൻ ദി ഫൈനൽ the idea we get about them, whether it they may be victorious, they may underdo എന്തെങ്കിലും ആവാം. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കില്ല. ഇപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ട്രാൻസ്പോസിങ് ഇഫക്റ്റിനെ പറ്റി പറയുമ്പോഴാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ അല്ലാണ്ട് നിങ്ങൾക്ക് ഇൻസിസ്റ്റൻസ്, ഇപ്പോൾ ആർട്ട് ആസ് എ വെപ്പണായിട്ട് യൂസ് ചെയ്യുമ്പോൾ എവറി ടൈം ദീസ് പീപ്പിൾ മേ ഇൻസിസ്റ്റ്. നമ്മൾ ഇതിന് മുന്നേ തന്നെ കണ്ടിട്ടുണ്ട്, ഗവൺമെൻറ് ആർട്ടിൻ്റെ മേലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ആർട്ടിൻ്റെ മേലെ പല റെസ്ട്രിക്ഷൻസ് വെക്കുമ്പോൾ മോസ്റ്റ് ഓഫൺ ദേ വാണ്ടഡ് ഓൾവേസ് ദ ഹീറോസ് ദറ്റ് ദേ ആർ revolutionary heroes to succeed in the end, like very romantic heroes they should be portrayed. ഒരിക്കലും അവരുടെ പരാജയങ്ങൾ പോർട്രേ ചെയ്തതിനൊക്കെ അവർക്ക് അന്നേരം പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ആ ഒരു ഫുൾ ഫ്രീഡം ഫോർ ദ ഓഥർ കംസ് ഡൗൺ ദർ. അപ്പം അങ്ങനെയാണ് നമ്മളിപ്പം പിന്നെ ഈ പറഞ്ഞ എലിസബത്തൻ ടൈമിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് എലിസബത്ത് എത്രമാത്രം ആർട്ടിനെ പ്രൊമോട്ട് ചെയ്ത ഒരാളാണെങ്കിലും എന്തെങ്കിലും ഒരു സീൻ ഓഫ് ഡിസ്പോസിഷൻ വരുമ്പോഴത്തേക്ക് ദ പ്ലേ ഗോട്ട് ബാൻഡ് ബൈ ദി എലിസബത്ത് ദ ക്യൂൻ. ആ ഒരു റോയൽറ്റീൻ്റെ പവർ വെച്ചിട്ട് അവരതിന് ആ ഒരു സീൻ, അതിൽ നിന്ന് ഡിസ്പോസിഷൻ സീനൊക്കെ പിന്നെ കട്ട് ചെയ്തിട്ടുണ്ട് ഷേക്സ്പിയൻ ഡ്രാമയിൽ നിന്ന്. അത് നാളെ മാസ് മൂവ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ള ഭയത്തിലാണ് അവരത് ചെയ്യുന്നത്. ഷി വാസ് വറീഡ്, if you portray this okay, mass will come to identify that or to realize that this kind of a mass movement can throw away the crowd. അപ്പോൾ അതുകൊണ്ട് നാളെ എനിക്കിത് ത്രെട്ട് ആവും. സോ ദിസ് ഡിസ്പോസിഷൻ സീൻ ഷുഡ് ബി കട്ട് ഫ്രം ദി drama, especially when it is portrayed, it's staged. അത് കുറച്ചും കൂടി ഇമ്പാക്റ്റ് കൂട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ഭയങ്ങളാണ്. അപ്പോൾ അന്നേരം ഇൻസിസ്റ്റൻസ് ഒബ്വിയസ്ലി വരാം. ഗവൺമെൻറ് ആയിട്ട്, അതായത് റവല്യൂഷണറി ഗവൺമെൻറ് അവർ ഇൻസിസ്റ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ എന്താണ്, എവറി ടൈം ദേ വോണ്ട് ദ റവല്യൂഷൻ ടു ബി അറ്റ് ദ സക്സസ്ഫുൾ ലെവൽ. ഇങ്ങനെയൊക്കെ ഉള്ള കുറേ പ്രശ്നങ്ങൾ, റെസ്ട്രിക്ഷൻസ് അവിടെ വരും. പിന്നെ ഇതിൽ പറയുന്നത് ഹെമിംഗ്വേയുടെ ഒരു ദ അൺഡിഫീറ്റഡ് എന്ന് പറയുന്ന ബുക്കാണ്. ദ ഓൾഡ് ബുൾ ഫൈറ്റർ ഹീറോ ഈസ് ഹ്യൂമിലിയേറ്റഡ് ആൻഡ് കിൽഡ്, but his courage itself as a victory. In order to write telling about death, you have to have the principle of life, and those have it will make it felt in spite of everything. Kashkin, Soviet critic about Hemingway, പറയുന്ന ഏറ്റവും one of the best ideas which we can talk about art in the context of some people, some thinkers, some leaders, their stance or their insistence upon art being used as a weapon. അങ്ങനെ ആർട്ടിനൊരു വെപ്പണായിട്ട് യൂസ് ചെയ്യണമെന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലൊരു എക്സ്പ്ലനേഷൻ അവിടെ അൺഡിഫീറ്റഡ് എന്ന് പറയുന്ന വർക്കിൽ ആ ആൾ ലാസ്റ്റ് ഹ്യൂമിലിയേറ്റഡ് ആണ്, കിൽഡ് ആണ് ഹീറോ. പക്ഷെ അയാൾ കാണിച്ച കറേജാണ്. സോ ഇൻ ഓർഡർ ടു ടോക്ക് അബൌട്ട് ലൈഫ്, in order to talk about death, അതിനെപ്പറ്റി പറയണമെങ്കിൽ ആദ്യം നിങ്ങൾ ലൈഫിനെ പറ്റിയിട്ടൊരു കമാൻഡിങ് പവർ ഉള്ള ഒരാളായിരിക്കും. അപ്പോൾ ആ പ്രിൻസിപ്പിൾ ഓഫ് ലൈഫ് ഇറ്റ് സെൽഫ് ഈസ് ദ എസെൻസ് ഓഫ് ദറ്റ് റൈറ്റിംഗ്. അതുകൊണ്ട് അതിനെപ്പറ്റി ജീവിതത്തിൽ ഉത്തമ ബോധ്യമുള്ള ഒരാൾക്ക് മാത്രമേ അത് പറയാൻ പറ്റൂ. ആധികാരികമായിട്ട് മരണത്തിനെക്കുറിച്ച് പറയാൻ പറ്റൂ. സോ അത്തരത്തിലുള്ള ഒരാൾക്കാർക്ക് മറ്റെന്തിനും മറികടന്ന് പക്ഷേ യഥാർത്ഥ ആശയം മറ്റുള്ളവരിൽ എത്തിക്കാൻ സാധിക്കും. അല്ലാതെ എപ്പോഴും ഓൾവേസ് ദ ഹീറോ, ദ റവല്യൂഷണറി ഹീറോസ് ടു ബി അറ്റ് ദ ഹയസ്റ്റ് പ്ലെയിൻ, ടു ടോക്ക് ദം ഓർ പോർട്രേ ദം എവറി ടൈം ആസ് വിക്ടോറിയസ്, ഇതൊന്നും ആവശ്യമില്ല. അതൊക്കെ അൺലൈക്ലി ഇൻറ്ററപ്ഷൻ ഓൺ ദി പാർട്ട് ഓഫ് ഗവൺമെൻറ്, ഇമ്പോസിഷൻസ് ഓൺ ആർട്ടിസ്റ്റിക് ക്രിയേറ്റിവിറ്റി, ഇതൊക്കെ വരുമ്പോൾ സംഭവിക്കുന്ന അൺഡിസൈറബിൾ ആയിട്ടുള്ള കോസസ് ആൻഡ് റിസൾട്ട്സ് ആണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പാരഗ്രാഫ് 6ഉം 7ഉം ചേർന്നിട്ട് പറയുന്നത്. സോ നെക്സ്റ്റ് വിൽ ടോക്ക് അബൌട്ട് പാരഗ്രാഫ് 8. ഇൻ ദ നെക്സ്റ്റ് സെഷൻ വിൽ ടോക്ക് അബൌട്ട് പാരഗ്രാഫ് 8. താങ്ക് യു.